അപ്പോൾ ഇന്നൊരു അടിപൊളി ഫുഡ് സ്പോട്ട് പറഞ്ഞു തന്നാലോ? അപ്പം ഇത് നമ്മുടെ കായംകുളത്തെ കണ്ണൂർ റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഗെയ്സ്. അപ്പം ഞാൻ ആരെയാണെന്ന് അവസാനം പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബീച്ചിൽ പോകുമ്പം വന്നിട്ട് കയറിയതാണ്. ഫസ്റ്റായിട്ട് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ദാഹിച്ചാണ് വന്നിട്ട്. അപ്പോൾ ഒരു ലൈം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ശമ്പളിയും കാലും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ശമ്പളിയാണെങ്കിൽ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഗെയ്സ്. നമ്മുടെ കാലുവിനെ അച്ചു എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു നല്ല ചൂട് പൊറോട്ടയും പത്തിരിയും അതുപോലെ തന്നെ റുമാലി റൊട്ടിയൊക്കെയാണ് ഗെയ്സ്. അപ്പം നമ്മൾ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഇശമ്പളിക്കാണെങ്കിൽ കുറച്ച് പത്തിരി ആണെങ്കിൽ വായി വെച്ചിട്ട് കൊടുക്കുകയാണ് ഗെയ്സ്. കുഞ്ഞ് ഇച്ചിരി തിന്നുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ബീഫ് പെരട്ടും അതേപോലെ തന്നെ ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ബീഫ് പെരട്ടൊക്കെ അടിപൊളിയായിരുന്നു. ചിക്കൻ റോസ്റ്റ് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ടൊരു ഐറ്റം പറഞ്ഞിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അത് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഫിഷ് ഐറ്റമാണ് ഗെയ്സ്. അങ്ങനെ അണ്ണൻ അതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. അപ്പോഴത്തേനും നമ്മുടെ ചായ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കോഫിയും ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. ബിൻചായ്ക്ക് ഒരു ചായ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്പെഷ്യൽ ഇതാണ് ഹമ്മൂർ പൊള്ളിച്ചത് ഗെയ്സ്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അണ്ണൻ അതിൻ്റെ ആളാണ്. അപ്പോൾ അണ്ണൻ അത് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഗെയ്സ്. അപ്പോൾ അത് മൊത്തം അണ്ണൻ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പകുതി വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പാഴ്സലായിട്ട്. അങ്ങനെ അത് അണ്ണൻ മൊത്തം കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗെയ്സ്. അപ്പോൾ അതൊക്കെ ഫിനിഷാക്കി അപ്പോഴത്തേനും നമ്മുടെ കാലുവിനെ അപ്പത്തിരുന്ന് ആൻറ്റിമാരെ എടുത്തിട്ടുണ്ടായിരുന്നു. അവരെ കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പൈസയൊക്കെ അടച്ചിട്ട് നമ്മളാണെങ്കിൽ പുറത്ത് പോയപ്പോഴാണ് ഇതേ നമ്മുടെ യൂട്യൂബർ ഇതാണ് മൈന ആണ് ആയിത്തയുടെ പേര്. അങ്ങനെ ആയിത്ത കുറേ നേരം നമ്മുടെ മക്കളെയൊക്കെ എടുത്ത് കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു യൂട്യൂബറിനെ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഗെയ്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്യണേ ഗെയ്സ്. അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പോൾ നിങ്ങൾ കമൻ്റ് ഒക്കെ ചെയ്യുക ഗൈസ്. അപ്പം എങ്കിലേ എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ഇൻസ്പിറേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ.